എന്നെ മനസ്സിലായില്ലേ? ഓ, പഴയ സീനുകളൊക്കെ ഓർമ്മിക്കായിരിക്കും അല്ലേ? ഞാൻ മുരളി. പിന്നെ മുരളി മറക്കാൻ പറ്റൂ? ചന്ദ്രമതി മാഡം ഇല്ലേ? മാഡത്തിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നത്. അയ്യോ, ചേച്ചി ബാങ്ക് വരെ ഒന്ന് പോയിരിക്കുക. ഓ, അല്ല, മുരളി വിദേശത്തായിരുന്നില്ലേ? അതെ, വിദേശത്തായിരുന്നു. ഇപ്പൊ തിരിച്ചു വന്നു. എന്തിനാ അവിടെ വിട്ട് ഇങ്ങോട്ട് പോകുന്നത്? എന്റെ മുരളി സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ വിദേശമാണ് ബെസ്റ്റ്. മനസ്സിലായി. പക്ഷേ ത്യാഗരാജൻ സാറിനെ പോലുള്ളവർ ഇവിടെ കഴിയുമ്പോ ഞങ്ങൾക്ക് അവിടെ മനസ്സമാധാനം കിട്ടില്ലല്ലോ. മുരളി, എന്നെ പഴയ കണ്ണോണ്ട് കാണല്ലേ. ഞാൻ അടിപൊളി മാറി, ഭയങ്കര മാറ്റം. അല്ല, ഞാൻ മുരളിക്ക് നല്ലൊരു കോഫി ഇട്ട് തരാം. അയ്യോ വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, മുരളിക്ക് ചായ കോഫിയോ എന്ത് വേണമെങ്കിലും ഇട്ട് തരാം. ഞാൻ ആകെ മാറിയെന്നേ. എനിക്ക് വേണ്ടാത്തോണ്ട. പിന്നെ ദേവിക MLA ആക്കാൻ കൂടെ നിന്ന് പ്രവർത്തിച്ചത് ഞാനാ. ദേവിക MLA ആയി കഴിഞ്ഞതിന് ശേഷം ഇനി കൂടെ ഉണ്ടാവാൻ പോകുന്നത് ഞാനാ. എന്താ മുരളി? ദേവികയുടെ ഡ്രൈവറായിട്ടും സെക്യൂരിറ്റി ആയിട്ടൊക്കെ ഞാനങ്ങ് ചാർജ് എടുത്തു. ആണോ? ഓ, ആ മുരളിയാണ് ഈ മുരളി. ഈ മുരളി സൂപ്പർ. നേരത്തെ ഡ്രൈവറെ സ്വാധീനിച്ച് ആരൊക്കെയോ ചേർന്ന് ദേവിക അപായപ്പെടുത്താൻ ശ്രമിച്ചല്ലോ. അതിനെ തുടർന്ന് ദേവികയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ചേർന്ന് കൂട്ടായി എടുത്തൊരു തീരുമാനമാണ്. ദേവികയുടെ നിഴല് പോലെ തന്നെ ഞാൻ കൂടെ ഉണ്ടാവണമെന്ന്. ഇവിടുത്തെ മാഡം എന്നെ ആദ്യം വിളിച്ച് പറഞ്ഞത്. ഓ, നല്ല കാര്യം, വളരെ നല്ല കാര്യം, സൂപ്പർ തീരുമാനം. അന്നത്തെ ആ സംഭവം അറിഞ്ഞപ്പോ ഞാനും പ്രാർത്ഥിച്ചതാ, നല്ല ധൈര്യക്കാരെങ്കിലും വേണം ദേവികയുടെ ഡ്രൈവർ ആവാനെന്ന്. മുരളി തന്നെയാ എല്ലാം കൊണ്ട് യോഗ്യൻ. ത്യാഗരാജൻ സാർ എന്നെ ഭീകരമായിട്ടങ്ങ് പൊഴുത്തുകയാണല്ലോ. അയ്യോ, ഞാനൊരു സത്യം പറഞ്ഞതാ. ദേവിക്ക് നല്ലൊരു സംരക്ഷണം ആവശ്യമാണ്. ഞങ്ങളുടെ MLA ആണ് ദേവിക. തലമുടി നാരിഴയ്ക്ക് പോലും അപകടം വരാൻ പാടില്ല. കറക്റ്റ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചുമതലകളൊക്കെ ഏറ്റെടുത്തത്. ദേവികയുടെ ജീവന് ഭീഷണിയായി ചില ദുഷ്ടശക്തികളൊക്കെ നേരത്തെ തലപൊക്കിയ വിവരം ഞാൻ അറിഞ്ഞു. അയ്യോ, അതാരാ മുരളി? അതൊക്കെ ഉണ്ട്. അവര് ദേവികയുടെ ജീവന് ഭീഷണിയായി പല പദ്ധതികളും വർക്കൗട്ട് ചെയ്ത് നടക്കുന്നുണ്ട്. മുരളി, അതാരാന്ന് പറ, നമുക്ക് അവരെ പൊക്കാന്നേ. അവരാരാന്ന് അറിയില്ലല്ലേ? അയ്യോ, അതെന്താ മുരളി അങ്ങനെ ദേഷ്യത്തിലൊക്കെ പറയുന്നേ? അച്ഛനാണ്, അമ്മയാണ്, ഈശ്വരനാണ്, എനിക്കറിയില്ല മുരളി. മനസ്സാ വാച കർമ്മണ ഞാൻ ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം എന്റെ തല പൊട്ടി തെറിക്കട്ടെ. അയ്യോ, തല പൊട്ടുന്നില്ലല്ലോ. അതാണ് ഇപ്പൊ വിശ്വാസമായി. സിനിമയിലും ഇങ്ങനെയൊക്കെ തന്നെയാ. ഈ വില്ലന്മാരായിട്ട് അഭിനയിക്കുന്നവര് കൊമേഡിയന്മാരാവും. ഈ കോമഡി വെറും അഭിനയമാണോ അതോ ആളെ പറ്റിക്കലാണോ? അയ്യോ, എന്റെ പൊന്നുമുരളി, ഞാൻ ഉടായ്പകളൊക്കെ നിർത്തി. അതെങ്ങനെയാ? ആരും പറഞ്ഞ വിശ്വസിക്കില്ലല്ലോ. എനിക്കറിയാം, ഞാൻ കുറെ കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ട്. മുരളി, നന്ദനയും ഒക്കെ ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ട്. ചന്ദ്രോത്തുകാരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതൊക്കെ പഴയ ത്യാഗരാജൻ. ഇപ്പോ ചന്ദ്രമതി ചേച്ചിയുടെ ശാസനയും ഉപദേശമൊക്കെ കിട്ടിയതോടെ ഞാൻ ആകെ മാറി മുരളി. ഈ വീട്ടിൽ നിന്നിറങ്ങിയ പാർട്ടി ഓഫീസ്, ഓഫീസ് വിട്ട വീട്, കൃത്യസമയത്ത് ആഹാരം കഴിക്കുക, കുറച്ചു നേരം TV കാണുക, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നാരായണ ഭഗവാനെ എന്നൊരൊറ്റ വിളി, പിന്നൊരു ഉറക്കം. അതായപ്പോ എന്റെ റൂട്ടീൻ. ഇനി ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക, അതാണ് എന്റെ തീരുമാനം. മനസ്സിൽ പ്രയാസം വരുമ്പോ ഭഗവത്ഗീതയോ അതുപോലുള്ള ഏതെങ്കിലും ആത്മീയ പുസ്തകങ്ങൾ വായിക്കും. പരമാനന്ദ ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ത്യാഗരാജൻ സാർ ഇപ്പോ പഴയതിലും ഭീകരനായ ഒരു കൊടും ക്രിമിനലായി മാറിയിരിക്കുന്നു. മുരളി, പഴയ ത്യാഗരാജൻ ഉള്ളിലെ വില്ലത്തരം അതേപോലെ പുറത്തു കാണിക്കുന്ന ത്യാഗരാജനായിരുന്നു. പക്ഷെ ഇപ്പോ മുഖം മൂടിയിട്ട ത്യാഗരാജനാ. കൂടുതൽ പേടിക്കേണ്ടത് ഇങ്ങനെയുള്ളവരെയാ. മുരളി, എന്നെ ത്യാഗരാജൻ സാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് തന്നെ ചന്ദ്രോത്തുകാരുടെ നാശം കാണാൻ വേണ്ടിയാണല്ലേ? അയ്യോ, അല്ലല്ല. അതെ, അടുത്ത് നടന്ന പല സംഭവങ്ങളിലും ഒരു സൂത്രധാരനെ പോലെ നിങ്ങൾ മറഞ്ഞിരുന്നു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. എന്നാ നീ അങ്ങ് വിശ്വസിക്കേ. അല്ല, ഞാനിത് പറയാനാ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ദേവികയെ വെറുതെ വിടണം. ഇത് ഭീഷണിയൊന്നുമല്ല, അപേക്ഷ. ദേവികയുടെ സംരക്ഷണം എനിക്കായതുകൊണ്ട് സമ്പൂർണ്ണ ഉത്തരവാദിത്വം.
അത് ഭംഗിയായിട്ട് നിറവേറ്റാൻ ത്യാഗരാജൻ സാറ് സഹകരിക്കണം. എന്നാ ഞാൻ ചെല്ലട്ടെ. അതേടാ, ഒക്കെ എൻ്റെ അഭിനയം തന്നെയാ. ഞാൻ കോമഡി കളിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ ചന്ദ്രോത്തുകാരുടെ ജീവിതം ട്രാജഡിയിലാക്കാൻ വേണ്ടിയാ. നീ എനിക്ക് മുന്നറിയിപ്പ് തരുന്നു. നിന്റെ MLA യോടൊപ്പം നിന്റെ ജീവിതം അവസാനിക്കാൻ പോവാണ്.